നമ്മൾക്ക് ഇന്നേ ഒരു ചിക്കൻ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ കുക്കറിലാണ് വെക്കാൻ പോണത്. അപ്പോൾ 1 കിലോ കുറച്ച് കൂടുതലുണ്ട് ചിക്കൻ, അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്തൊക്കെയാ മസാല ചേർക്കാന്ന് കാണിച്ചു തരാം. മല്ലിപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർക്കണത്. ഇതിൽ ഇപ്പൊ നമുക്ക് വേറെ ചേർക്കാനുണ്ട്, ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ചേർക്കണം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഈ സ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണേ, അതൊരു 1/4 സ്പൂൺ ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല എല്ലാം ചേർത്ത് ചിക്കൻ നല്ലപോലെ ആക്കി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര മസാല മതി ഇപ്പോൾ. ഇനി നമ്മൾക്ക് ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. അപ്പം നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താലോ. ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഇത്രയും പോകുന്ന 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടികളിൽ ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം. ഞാൻ ചിക്കന് വഴറ്റാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് സവാള ഒരു 3 സവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, നമുക്ക് വഴറ്റി മിക്സിയുടെ അരയ്ക്കാനുള്ളത് കൊണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു സ്പൂണിന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു സ്പൂണിലാണ് എല്ലാ മസാലകളും എടുത്തിരിക്കുന്നത്. ഇത് 1/2 സ്പൂണ്, ഈ സ്പൂണിന് 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ഫുള്ളായിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ട് ഒരു സ്പൂണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കിയാലോ, നമുക്ക് ഒരു കടായി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള വഴറ്റാനിടാം. സവാളയെ പെട്ടെന്ന് വഴണ്ടി വരാനായിട്ടേ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് സൂക്ഷിച്ചിടണം, എന്താ വെച്ചാൽ നമ്മൾ ചിക്കനിലും ഉപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ മസാലയിലും കുറച്ച് ചേർക്കണം, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിടാം. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നല്ല മൂത്ത് വരുമൊന്നും വേണ്ട. സവാളയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം വരും. ആ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ എല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് ആയി വരട്ടെ. നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ടേ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. പൊടികളൊക്കെ ചേർത്തിട്ടേ നല്ല ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരെ മസാല മൂത്തതിൻ്റെ, കരിയാതെ നോക്കണേ. ഇനി അതിലേക്ക് നമ്മൾക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും. ഞാൻ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. നമുക്കപ്പോൾ അരയ്ക്കുമ്പോഴേ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല, ഇതെല്ലാം തന്നെ അരയ്ക്കാൻ പറ്റും. വെള്ളവും കൂടെ ചേർത്തിട്ടേ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല തണുത്തതിന് ശേഷം മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാല അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചിക്കനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു കുറച്ച് നേരം, ഒരു 15-20 മിനിറ്റ് ആയി. നമ്മൾ കുറച്ച് മസാലയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്തിട്ട് ഇനി അരപ്പും കുറച്ച് ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും ആദ്യം മസാലയാക്കി വെക്കുമ്പോഴും ചേർത്തിട്ടുണ്ട്. അത് മതിയാവില്ല ഇത്ര ചിക്കൻ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.
ഇതാ ഞാൻ എല്ലാ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതിന് നല്ലപോലെ മസാലയൊക്കെ പുരണ്ടിരിക്കുന്ന ചിക്കനായിട്ട് വരുവേ. നല്ല തിക്ക് ഗ്രേവിയിൽ വരും. നമുക്കത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചിക്കനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. ഇത് വെച്ച് നമുക്കിനി കുക്കറിൽ ഒരു വിസിൽ വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ കണ്ടോ, കുറുകിയ ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ചിക്കൻ കറി ആയിട്ടുണ്ട്. എത്ര ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചിടാം. നമുക്കേ ചിക്കൻ കറിയിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ടേ 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുഞ്ഞാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. കടുകൊന്നും ഇവിടെ ചിക്കനിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ, അതുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് മൂപ്പിച്ചിടാം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണം കേട്ടോ വരുന്നത്, വെളിച്ചെണ്ണയിലല്ലേ മൂപ്പിക്കണത്. ഇനി നമുക്കിതിലേക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതിൽ അങ്ങനെ എണ്ണയൊന്നും വരില്ല കേട്ടോ ഈ ചിക്കനിൽ. നമ്മൾ ആദ്യം ഉള്ളി വറക്കുമ്പോഴുള്ള എണ്ണയും പിന്നെ ലാസ്റ്റ് ഉള്ളി വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചിടാനുള്ള എണ്ണയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായി ടേസ്റ്റോടുകൂടി ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.